കുറെ തല്ലുകൊള്ളും കേട്ടോ എന്ന് പറഞ്ഞു ഒരാള്. അപ്പൊ ഞാൻ അതെന്താ അങ്ങനെ ചോദിച്ചു. ഇങ്ങനത്തെ ഡീപ്പായിട്ടുള്ള ഇഷ്യൂസ് നമുക്കിപ്പോ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും. ബിക്കോസ് യു കാൺ ഫേക്ക് ഡേറ്റ എന്ന് പറയുന്ന പോലെ ഷുഡ് ബി someone who should keep politicians and political parties accountable, and that is the citizen, I believe. And as a representative of the citizen, the platform will help you to do the verification and the accountability part, so that if nale your MLA or MP or whoever your natila panchayat president aanengil polum, if they claim that they have done something, then you can always go and verify it, whether it be in Kerala or Punjab or Manipur or Tamil Nadu. You should be able to do it. Come on and join us now. Media Mathamgi. നമ്മുടെ കൂടെ ഒരു വണ്ടർഫുൾ പേഴ്സണാലിറ്റി ഉണ്ട്, മണി കാർത്തിക, കോൾ ഹിം MK. ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന്റെ റീൽസും ഇദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ട്. ലൈക്ക് എസ്പെഷ്യലി ഓൺ ദ AI പാർട്ട്, സം ഓഫ് ദ അപ്ഡേറ്റ്സ് ഐ യൂസ് ടു റിലൈ ഓൺ ഹിം. ദ സെക്കൻഡ് തിങ് ഇസ് ഹി ഈസ് എ ബ്രാൻഡിങ് കൺസൾട്ടന്റ് ആൻഡ് എക്സ്പേർട്ട്. സോ ആ കാര്യങ്ങളിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ റെവലേഷൻസ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് ഇദ്ദേഹത്തിൽ നിന്ന്. ഇപ്പൊ ഒരു പുതിയ സംഭവം ഇദ്ദേഹം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഓൺ ഹിസ് വെബ്സൈറ്റ്. ഇറ്റ്സ് ലൈക്ക് എ പൊളിറ്റിക്കൽ പെർഫോമൻസ് ട്രാക്കർ. ആൻഡ് എസ്പെഷ്യലി നമ്മളിപ്പോ വോട്ട് ചെയ്യാൻ നമ്മുടെ വിരലിലും മഷി പതിയാൻ ഇനി 2 ദിവസം ബാക്കിയുള്ളൂ. ഇത് വളരെ ക്രൂഷ്യൽ സമയമാണെന്ന് തോന്നുന്നു. ആൻഡ് അതൊരു ചോദ്യമാണ് എനിക്ക് MKയുടെ അടുത്ത് ചോദിക്കാനുള്ളത്. അതിലേക്ക് വരാം. വെൽക്കം MK. Hey, nice to be here. Thank you. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ ഓൺ മീഡിയ മാതങ്കി. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പോവാം. പക്ഷെ ഈ പൊളിറ്റിക്കൽ പെർഫോമൻസ് ട്രാക്കറാണ് ഇപ്പൊ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു ഡിസൈഡ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് അതിന്റെ അകത്ത്, എസ്പെഷ്യലി ഓൺ ദ പ്രോമിസസ്, വാട്ട് ഓർ ആർ ഫുൾഫിൽഡ് ആൻഡ് വാട്ട് ഓർ ആർ നോട്ട് ബ്രോക്കൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. സോ ആദ്യം തന്നെ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് വരേണ്ട സാഹചര്യം? Yeah, that's a good question. ഞാൻ പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണല്ലോ, നമ്മൾ ഈ ഇലക്ഷൻ കാലത്ത് പ്രത്യേകിച്ച് പലരും പല ക്ലെയിംസും മുന്നോട്ട് വയ്ക്കും. എക്സിസ്റ്റിംഗ് റൂളിംഗ് പാർട്ടീസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഇന്നത് ചെയ്തു, ഞങ്ങൾ പണ്ടത് പ്രോമിസ് ചെയ്തിരുന്നു, അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് ആയി എന്നുള്ള രീതിക്കുള്ള ആർഗ്യുമെന്റ്സ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഓപ്പോസിഷൻ പാർട്ടീസും കമ്പീറ്റിംഗ് പാർട്ടീസും ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് പുതിയതായിട്ട് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിലുള്ള ആർഗ്യുമെന്റ്സും അല്ലെങ്കിൽ പ്രോമിസസും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത് എല്ലാ ഇലക്ഷൻ കാലത്തും വരും, പിന്നീട് നമ്മളത് മറന്നുപോകും. അപ്പം നമ്മുടെ ഒക്കെ അറിയാലോ, കേരള എന്ന് പറയുന്നത് പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള, ഹൈലി പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പൊളിറ്റിക്കൽ ഡിബേറ്റ്സ് കാണുമ്പോഴൊക്കെ ഈ ഒരു തോട്ട് മനസ്സിൽ വരാറുണ്ട്. ഇവർ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ചെയ്തോ, അല്ലെങ്കിൽ എത്രത്തോളം ചെയ്തു, അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയുന്ന കാര്യത്തിൽ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാം, അതിൽ എത്രത്തോളം നമുക്ക് വെരിഫൈ ചെയ്യാം എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴായിട്ട് പല രീതിയിൽ നമ്മുടെ മനസ്സിൽ വരാറുള്ളതാണ്. അപ്പൊ അതേപോലെ എനിക്കും വന്നിട്ടുണ്ട്. പക്ഷെ ഐ നെവർ ഗോട്ട് ടൈം ടു ആക്ച്വലി ഗെറ്റ് ഡൗൺ ടു ഇറ്റ്. അപ്പോൾ ഇപ്പോൾ പൊളിറ്റിക്കലി വളരെ പീക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമാണല്ലോ. എല്ലാ സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ ചാനൽസിലും അല്ലെങ്കിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ഫ്ലെക്സസും ഹോർഡിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ശരിക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ? ഈ പറയുന്ന ഡെവലപ്മെന്റ്സിൽ എത്രത്തോളം വെരിഫൈ ചെയ്യാവുന്ന ഡെവലപ്മെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഹൂ ഷുഡ് ബി ആട്രിബ്യൂട്ടഡ് ടു, അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള ഓപ്പോസിഷൻ പാർട്ടീസ് അല്ലെങ്കിൽ അപ്കമിങ് പാർട്ടീസ് അവർ പറയുന്നതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ ഈ ഒരു വെരിഫിക്കേഷൻ പ്രോസസ് ഇസ് മിസ്സിംഗ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പല രീതിയിലുള്ള ചെറിയ ചെറിയ അറ്റംപ്റ്റ്സ് പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഇപ്പൊ മീഡിയയിലാണെങ്കിൽ തന്നെ പല കാര്യങ്ങളും അവർ വെരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു കംപ്ലീറ്റ്നെസ് ഇല്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ബയസ് ഉണ്ടാവും. ഇപ്പം ഒരു പർട്ടിക്കുലർ ചാനലാണെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിനോട് കൂടി ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്നതെന്നാണ് പൊതുവിലുള്ള ധാരണ. പല ചാനലുകളും, എല്ലാം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും. അപ്പോ ഈ ഒരു ബയസ് ഉള്ള സമയത്ത് ഒരു ജനറിക് ഒരു നോർമൽ സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു വെരിഫയബിൾ സോഴ്സ് എന്ന് പറയാവുന്ന വിരലുണ്ടാവുന്ന ചില സോഴ്സസ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ വിക്കിപീഡിയ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ദാറ്റ്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. ആസ് ഇൻ നമ്മൾ പിന്നെ പോയി എന്തായിരുന്നു ആ പ്രോമിസ്, അതിന്റെ ഡീറ്റെയിൽസ് എന്താണ്, അതിൽ എത്രത്തോളം കംപ്ലീറ്റ് ആയി എന്നിങ്ങനെ നമ്മൾ പടിപടിയായിട്ട് റിസർച്ച് ചെയ്ത്, ഇപ്പോൾ പണ്ടൊക്കെ ഗൂഗിൾ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ചാറ്റ് GPT-നോട് നമ്മളിപ്പോൾ ചോദിക്കുന്ന പോലെയൊക്കെ ചോദിച്ച് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഒരു നോർമൽ സിറ്റിസന്. അപ്പൊ ആ ഒരു പെയിൻ പോയിന്റിൽ നിന്നാണ് ഈ ഒരു തോട്ട് പ്രോസസ്സ് വന്നത്. വൈ നോട്ട് ദർ ബി പ്ലാറ്റ്ഫോം വെയർ someone can come in and see all the promises and see how much of it got done in a very
in a non-lenient kind of way, in a very neutral way, so to speak. അപ്പൊ ആ ഒരു തോട്ടിൽ നിന്നാണ് ഈ ഒരു ആശയം വന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പല ടൂൾസും അവൈലബിൾ ആണ്, പണ്ടില്ലാതിരുന്നത്. പണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മേ ബി ഒരു 2 or 3 years മുന്നേ പോലും, അല്ലെങ്കിൽ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് പോലും ഇല്ലാതിരുന്ന പല ടൂൾസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ട്രാക്കർ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഇപ്പോൾ. അപ്പൊ അങ്ങനെയാണ് ഞാനത് പെട്ടെന്ന് if somebody has to do it, then why not me എന്നുള്ളൊരു തോട്ടിൽ നിന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്. So that's the short answer to that. Sure, we'll come to that. We'll go a little deeper into the Sure. tracker, because നമ്മളിപ്പോ ഒരു കോർപ്പറേറ്റിൽ ഒരു മലയാളികൾക്ക്, എസ്പെഷ്യലി ദ ന്യൂ ജനറേഷൻ, ഇസ് വെരി മച്ച് ഫെമിലിയർ വിത്ത് ദ കോർപ്പറേറ്റ് കൾച്ചർ. എവറിഥിങ് വാട്ട് യു ഡു ഓൺ യുവർ സ്ക്രീൻ ഇസ് ബീങ് ട്രാക്ട്. അങ്ങനെ നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ ആണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഒരു പൊളിറ്റിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ആയിക്കോട്ടെ, അവിടെ നോബഡി ഈസ് ക്വസ്റ്റനിങ് ദ പെർഫോമൻസ് ഓർ ഇറ്റ്സ് ദെയർ പ്രിവിലേജ് ടു അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. ആൻഡ് ദാറ്റ് ഈസ് വേർ ദ റെലവൻസ് ഓഫ് ഐ നോ ഇറ്റ്സ് എ ഹ്യൂജ് എഫേർട്ട്. നമുക്കൊരു കാണുമ്പോൾ അത് നിസ്സാരമായി തോന്നാമെങ്കിലും, ഒരു കമ്പാരിസൺ ആയിട്ട് തോന്നാമെങ്കിലും, സോ how much effort you have to put in, and that is one. And you have also introduced this voting thing there. As I have mixed up questions, so maybe Sure. ഇല്ല, അത് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ ഇതേപോലത്തെ ഒരു മാമത്ത് ഓഫ് എ ടാസ്ക് ചെയ്യുമ്പോൾ വൺ ഓഫ് ദ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് ദാറ്റ് മോസ്റ്റ് ഓഫ് us come into is ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആകുമോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കുറെ ഡൗട്ട്സ് നമുക്ക് സാധാരണ വരാറുണ്ട്. So the way I attack it is, instead of waiting for the perfect solution or the biggest or the what you call a silver bullet solution എന്നൊക്കെ പറയാവുന്ന രീതിക്ക് എത്തുന്നതിന് മുന്നേ you can always start from somewhere. And നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് വേൾഡിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് സ്റ്റാർട്ട് സ്ക്രാപ്പി ആൻഡ് ദെൻ യു കെൻ സ്കെയിൽ ആൻഡ് പ്രോഗ്രസ് ആസ് യു ഗോ ഹെഡ് എന്ന് പറയും. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് ഞാനും ഫോളോ ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ട് സംവെയർ. ഇന്നിപ്പോ ഞാൻ തുടങ്ങി വെച്ചു, ഒരുപക്ഷെ നാളെ അത് വേറൊരാൾ വന്നിട്ട് അതിന് വേറൊരു ആംഗിളോ അല്ലെങ്കിൽ വേറൊരു സ്കെയിലോ കൊടുക്കാം. അപ്പോൾ ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് യു ഹാവ് ടു സ്റ്റാർട്ട് സംവെയർ. അപ്പൊ ഞാൻ ഈ തോട്ട് വെച്ചിട്ട് അതിന്റെ റിസർച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിലൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ, നമുക്ക് എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് സൊല്യൂഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് സ്റ്റെപ്സ്. What is important is you start somewhere and then you slowly progress and make iterative improvements on a daily basis. So ആ ഒരു പോളിസിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങി വെച്ചത്. അപ്പൊ അങ്ങനെ വരികയിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമുക്ക് ഉള്ള റിസോഴ്സസ് കൊണ്ട് നമുക്ക് എങ്ങനെ വൃത്തിയായിട്ട് ഇത് ചെയ്യാം എന്നുള്ള ഒരു പ്ലാൻ നമുക്ക് കിട്ടി. അപ്പൊ അതിന്റെ ഫോളോ ചെയ്ത് വന്നപ്പോഴേക്കും പല സോഴ്സസ് ഉണ്ട്, നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പല സോഴ്സസ് ഉണ്ട്. സോ അതൊക്കെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് ക്രോഡീകരിച്ചിട്ട് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കി. പിന്നെ അതിൽ ചില ബയസ്ഡ് ആയിട്ടുള്ള സോഴ്സസ് ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ മാറ്റി നിർത്താതെ തന്നെ ഇത് ബയസ്ഡ് ആയിരിക്കാം എന്നുള്ളൊരു പോപ്പുലർ ബിലീഫിന്റെ ഒരു ടാഗ് കൂടെ കൊടുത്തുകൊണ്ട് അതിനെയും കൂടി ഉൾപ്പെടുത്തി. കാരണം ആരെയും അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യമില്ല. സോ എനിബഡി ഹു ഹാസ് പുട്ട് ഇൻ എഫേർട്ട് ടു വെരിഫൈ സം ഓഫ് ദീസ് ഇസ് ടു ബി അക്നോളജ്ഡ്. സോ അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സോഴ്സസ് ഒക്കെ നമ്മൾ അതിനനുസരിച്ചുള്ള ടാഗ് കൊടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സോ വിക്കിപീഡിയ ആണെന്നുണ്ടെങ്കിൽ അത് പൊതുവിൽ ഒരു ന്യൂട്രൽ ആണെന്നുള്ള ധാരണ എല്ലാവർക്കും ഉള്ളത് കൊണ്ട് അത് ന്യൂട്രൽ ആണെന്ന് തന്നെ ടാഗ് ചെയ്തു. അതേപോലെ ഇപ്പൊ മീഡിയ എന്നുള്ള, ഇപ്പൊ മനോരമ ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ മാതൃഭൂമി എന്നുള്ള ഒരു സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ദിസ് ഇസ് എ മീഡിയ സോഴ്സ്, സോ ഇറ്റ് മെ നോട്ട് ബി അക്സെപ്റ്റബിൾ ഫോർ ഓൾ എന്നുള്ള ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറയുന്ന പോലത്തെ ഒരു സോഴ്സ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളിക്കാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഓൾസോ ഹാവ് a rider at some point of time that this may not be perfect, but at least from whatever resources we have at the moment, this is the best picture you can paint, അല്ലെങ്കിൽ you can build എന്നുള്ള ഒരു രീതിക്ക്. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ ദ റിസോഴ്സ് ബിഹൈൻഡ് ഇറ്റ് ഓർ ദ റിസർച്ച് ബിഹൈൻഡ് ഇറ്റ് is actually a lot of pain. കാരണം നമ്മൾ ഏതൊക്കെയാണ് റിസോഴ്സ് എന്ന് കണ്ടുപിടിക്കണം. പിന്നെ കേരളത്തിൽ പൊതുവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ചിട്ട് ഹൈറ്റൻഡ് അവയർനെസ് ഉണ്ടെങ്കിൽ പോലും റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മീഡിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് നമ്പർ ഓഫ് മീഡിയ ഇസ് ദെയർ ആൻഡ് ദെൻ ഇറ്റ് റിപ്പീറ്റ്സ് ബൈ ഇറ്റ് സെൽഫ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് നമ്മൾ ഒരു റിസർച്ച് ചെയ്തിട്ടുള്ളത്. ബട്ട് അറ്റ് ദി എൻഡ് ഐ തിങ്ക് ഐ എം ഹാപ്പി വിത്ത് വാട്ട് ദി ഔട്ട്പുട്ട് ഇസ്. ഇറ്റ്സ് അറ്റ്ലീസ്റ്റ് ഞാൻ കാണുന്നത് അതിനെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടാണ്. ലേറ്റർ ഐ എം ഹാപ്പി ഇഫ് എനിവൺ വാണ്ട്സ് ടു കം ഇൻ ആൻഡ് ടേക്ക് or do more to it or take it to a different level, and that is the intention, not as a
obviously one entity, whether it be an individual or a company or a business entity, should not be behind all of this, because this is common data. അപ്പോൾ ഒരു ക്രൗഡ് സോഴ്സിങ് ലെയറും കൂടെ അതിന്റെ മുകളിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് നമ്മൾ ആ ഒരു വോട്ടിംഗ് പ്രോസസ്സും കൂടെ കൊണ്ടുവന്നത്. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, let's say there is one claim from one particular party which they say that we have completed 100%, and when you look into the media, you have opinion from different sides. So let's say there are two medias, one is saying yes and one is saying no. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ഡയലമയിലാവുമല്ലോ. But then why not open it up for people to vote, because they are the best judges on top of all of this. There is a voting layer where anyone can come in and say that I agree with this or I disagree with this, and you can also vote what is more important to you. അപ്പോൾ ആ ഒരു സോഷ്യൽ ലെയർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വോട്ടിംഗ് ലെയറും കൂടെ അതിൽ ആഡ് ചെയ്തപ്പോഴേക്കും you get at least whatever you can think of into that whole picture, which makes, in my opinion, close to perfect. Not perfect, but close to perfect. So അതാണ് അതിന്റെ പുറകിലുള്ള ഒരു തോട്ട് പ്രോസസ്. മറ്റൊരു കാര്യം, ഞാനിപ്പോ ഈ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോൾ ആലോചിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മീഡിയ ആയിക്കോട്ടെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഇറ്റ്സ് ലൈക്ക് 24 hours ആണ് മാക്സിമം ഒരു ന്യൂസിന്റെ വാല്യൂ. ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു മാനിപ്പുലേറ്റ്. ആസ് ഇൻ സംതിങ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഇപ്പൊ റീസെന്റ് ടൈംസ് നമ്മൾ എടുത്തു പറയുന്നില്ല ഒരു വിഷയം, പക്ഷെ ഇറ്റ്സ് ദാറ്റ് മച്ച് ഓൺലി. അപ്പോ വളരെ എളുപ്പമാണ് കുറച്ച് കാര്യങ്ങൾ. അതേസമയം ഇപ്പൊ ഇതിൽ ഈ അനാലിസിസ്, ഈ ട്രാക്കർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആണ്, ലൈക്ക് 20 lakhs, but at some other things are like quite vague, like excellence in something, in education or whatever for that matter. So അവിടെ നമുക്കൊരു ജഡ്ജ്മെന്റ് എടുക്കാനോ അല്ലെങ്കിൽ ഇതിലൊരു ഇതെടുക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട്. I mean, I was just surfing through, I did not go in deep. I think in the coming days, every voter should come and view at this, have a look at this, and make his or her judgment. Every individual has a right, and this is the only time you have the right. Regarding rights are more. So that way, looking at specificity and the vagueness, ഇതിന്റെ അനാലിസിസ് നമുക്ക് സൈറ്റിലേക്ക് പുട്ടപ്പ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ചാലഞ്ചിനെ കുറിച്ച് പറയാം. That's actually a very good point. കാരണം ഇതൊരു വലിയൊരു ചലഞ്ചാണ്. അതിൽ രണ്ട് ആംഗിൾസ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, ഞാനിപ്പോ പല മാനിഫെസ്റ്റോസും ഡീപ്പായിട്ട് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായതും, പിന്നെ പലപ്പോഴായിട്ട് നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഡേ ഒരു ദിവസം ടോക്ക് ഷോ ഓൺ ഏഷ്യാനെറ്റ് ഓൾസോ, അവിടെയും ഈ ഒരു പോയിന്റ് ടച്ചപ്പ് ചെയ്ത് പോയിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ പ്രകടന പത്രികകളിൽ അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റോസിൽ പല പോയിന്റുകളും വളരെ വേഗമായിട്ടാണ് സാധാരണ മെൻഷൻ ചെയ്ത് പോകുന്നത്. അത് എനിക്ക് തോന്നുന്ന ഒരു സ്ട്രാറ്റജിക് മൂവ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എക്സ് നമ്പർ ഓഫ് ആൾക്കാർക്ക് ജോലി കൊടുക്കും എന്നുള്ളൊരു ക്ലെയിം വരുവാണെന്ന് വെച്ചോളൂ. അവിടെ ഒരു വേഗ്നെസ് ഉണ്ട്. കാരണം എത്ര നാളുകൾക്കുള്ളിൽ എന്നുള്ളൊരു ഓബ്വിയസ് ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് എന്ന് വരാം, അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ പലപ്പോഴും ഈ പ്രോമിസസ് പൊതുവിൽ വളരെ വേഗമായിട്ടാണ് അവർ പറയാറ്. അതെനിക്ക് തോന്നുന്നു പാർട്ടികളുടെ ഒരു പൊതുവിലുള്ള ഒരു സ്വഭാവമാണ്. കാരണം ആൾക്കാരെ എക്സൈറ്റ് ചെയ്ത് വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവ് മുൻനിർത്തി അവർ പലപ്പോഴും പല കാര്യങ്ങൾ പറയുമ്പോൾ ഇത്ര വേഗമായിട്ട് പറയേണ്ടി വരും. അത് എനിക്ക് തോന്നുന്നു സിറ്റിസൺസിന്റെ ഒരു കടമയാണ് അത് ചോദ്യം ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത്ര പേർക്ക് ജോലി കൊടുക്കാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്ര നാൾക്കുള്ളിൽ അല്ലെങ്കിൽ അത്രയും സമയമായി കഴിഞ്ഞാൽ അത് ചെയ്തോ എന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പം ഞാൻ പെർട്ടിക്കുലർലി പേരെടുത്ത് പറയുന്നില്ല, എന്നാലും ഒരു മാനിഫെസ്റ്റോയിൽ കണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഏഷ്യാനെറ്റിലോ മറ്റാണ് ഒരു ടോക്ക് ഷോയില് ഇത് ടച്ചപ്പ് ചെയ്ത് പോയിരുന്നു. എന്താന്ന് വെച്ചാല്, കേരളത്തിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് കൊടുക്കും അല്ലെങ്കിൽ ജോലി കൊടുക്കും എന്നുള്ള തരത്തിലുള്ള ഒരു, ഐ എം നോട്ട് യൂസിങ് ദ റൈറ്റ് വേർഡ്സ്, പക്ഷെ ആ ഒരു തരത്തിലുള്ള ഒരു ക്ലെയിം അല്ലെങ്കിൽ ഒരു പ്രോമിസ് ഒരു വൺ പെർട്ടിക്കുലർ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊരു ഭയങ്കരമായിട്ടുള്ള വേഗ്നെസ് ഉണ്ട്. സോ ഇഫ് an IAS officer or a bureaucrat or someone who's actually responsible for this would verify this, it is very vague. കാരണം അവർക്കത് അതിനൊരു തലയും വാലും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇത് ഇത്ര കുട്ടികൾക്ക് പഠിച്ചിറങ്ങുമ്പോൾ ജോലി കൊടുക്കും എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് പഠിക്കുന്ന കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ ഫിൽട്ടർ ചെയ്യപ്പെടുകയാണോ, അല്ലെങ്കിൽ ഇത്രയും കുട്ടികൾക്ക് ജോലി കൊടുക്കും എന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ, അല്ലെങ്കിൽ ഏത് കുട്ടികൾക്കാണ് കൊടുക്കുന്നത്, ഏത് കോഴ്സിനാണ് കൊടുക്കുന്നത്, ഏത് കോളേജ്, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് പിന്നെയും പല ലെയറുകളായിട്ട് വരാം. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ബീങ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ദേ വിൽ പ്ലേ ടു ദി ഗാലറി ആൻഡ് ദേ വിൽ മേക്ക് ഇറ്റ് വേഗ് മോസ്റ്റ്ലി എന്നുള്ളത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ അനാലിസിസ് ചെയ്യുമ്പോൾ. അപ്പൊ ഇത് വെരിഫൈ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആണ്.
പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ഒരു ക്വസ്റ്റനിങ്, അല്ലെങ്കിൽ ഇപ്പൊ മാർട്ടിയെ വെച്ചിട്ട് നമുക്ക് പല ഇൻഫർമേഷനും കിട്ടും. അപ്പൊ ആ ഒരു അതേപോലത്തെ ടൂൾസ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ വെരിഫൈ ചെയ്യാനായിട്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ലെറ്റ്സ് സേ ഒരു 30%, 40% ഇൻ യുവർ എൻറ്റയർ മാനിഫെസ്റ്റോ യു വിൽ ഫൈൻഡ് ക്ലെയിംസ് ലൈക്ക് ദിസ്. അപ്പോ വൺ ഗുഡ് തിങ് ഇസ്, ആൻഡ് ഐ എം ഹോപ്പിംഗ് ദിസ് വിൽ ബി കമ്മിങ് ഇൻ ടു പ്ലേസ് ഗോയിങ് എഹെഡ്. നമ്മൾ ഇതേപോലത്തെ ഒരു ടൂൾസ് ഉപയോഗിക്കുമ്പോഴേക്കും അതേപോലത്തെ വേഗമായിട്ടുള്ള ക്ലെയിമുകൾ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്യാതിരിക്കട്ടെ, അല്ല അങ്ങനത്തെ ഒരു സംവിധാനം വരട്ടെ എന്നുള്ള ഒരു ഐഡിയയും കൂടി ഇതിന്റെ പുറയിലുണ്ട്. കാരണം നാളെ ഇത് ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ ഇന്ന് വേഗമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറുതെ ഒരു എക്സൈറ്റ്മെന്റിന് വേണ്ടി പറയുന്നതല്ല. വോട്ട് ചെയ്ത് കഴിഞ്ഞാലും 5 വർഷം കഴിയുന്നതിന് മുന്നേയും ഒരു പക്ഷെ ആൾക്കാർ ഇത് ചോദിച്ചു വന്നേക്കാം, അല്ലെങ്കിൽ ചോദിക്കും എന്നുള്ള ഒരു പേടി എന്നാണോ അതിന്റെ റൈറ്റ് വേർഡ് എന്ന് എനിക്കറിയില്ല. ആ രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതേപോലത്തെ വേഗമായിട്ടുള്ള ക്ലെയിംസ് കുറഞ്ഞേക്കാം പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ളത്. സോ ആ ഒരു ഇന്റന്റും കൂടെ അതിന്റെ പുറകിലുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റനിങ്ങും നമ്മൾ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. വെരി പ്രിസൈസ് അഗെയിൻ. ഇത് നമ്മുടെ ഒരു വോട്ടർ, ന്യൂട്രൽ വോട്ടർ, എനിവേ whoever has inclination or alignment with any of the parties, they will vote for their party regardless of whatever happens. Yeah. But neutral voters, they ആണല്ലോ ഇത് അങ്ങോട്ട് മാറുന്നതും ഇങ്ങോട്ട് മാറുന്നതും ഒക്കെ. So അതെ. what are things in your analysis are the parameters, like ആ ഇൻഡിവിജ്വൽ കാൻഡിഡേറ്റ് ആവാം, ആൻഡ് ഇവരുടെ മാനിഫെസ്റ്റോന് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. മാനിഫെസ്റ്റോ എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്തേക്ക് വെറുതെ പറയുന്നതാണ് എന്ന് ധരിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അവർ പറയും പിന്നെ അത് നോബഡി ബോദേഴ്സ് അബൌട്ട് ഇറ്റ് എന്നുള്ളൊരു പൊതുവിലുള്ള ഒരു ധാരണയുണ്ട്. എല്ലാവർക്കും ഒന്നും അല്ല, ഒരു മെജോറിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഐ കുഡ് ബി ഓഫ് എസ് വെൽ, കാരണം എന്റെ എക്സ്പീരിയൻസിന് മനസ്സിലായതാണ് അത്. സംബഡി എൽസസ് എക്സ്പീരിയൻസ് ഓഫ് പെർസ്പെക്റ്റീവ് വിൽ ബി കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. പക്ഷെ അങ്ങനെ ഒരു ധാരണ പൊതുവിലുണ്ട്. മാനിഫെസ്റ്റോ അതിലങ്ങനെ പറയും, നാളെ ഇവർ ചെയ്യും അല്ലെങ്കിൽ ചെയ്യില്ല, അത് അങ്ങനെ പറയുന്ന ഒരു സംഭവമാണ്, അതിൽ വലിയ കാര്യമില്ല എന്നൊക്കെ ധരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഐ തിങ്ക് ഗ്രാജുവലി ഓവർ ദ പീരീഡ് ഓഫ് ടൈം ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ദോസ് തോട്ട് പ്രോസസ് അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്, ഇപ്പോൾ പറയാം കൂടുതൽ പൊളിറ്റിക്കൽ പാർട്ടീസ് വന്നിട്ടുണ്ട്. ദർ ഇസ് ഹൈറ്റൻഡ് അവയർനെസ്. പീപ്പിൾ ആർ on the minute scrutinizing and auditing every other political party or political leader and their claims. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഐ തിങ്ക് പൊളിറ്റിക്കൽ പാർട്ടീസ് ഓൾസോ ഹാവ് ഗോട്ടൺ lot more careful about what they are promising. അപ്പോൾ വേഗമായിട്ടുള്ള പ്രോമിസസ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ എക്സാമ്പിൾസ് കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 2021 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രോമിസസിൽ ആ ഒരു വേഗമായിട്ടുള്ള പ്രോമിസസ് കുറവാണ്. പക്ഷെ 2021 പിന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ കൂടുതലായിരിക്കാം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ആ ഒരു ധാരണ മാറി വരുന്നുണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്തത്, ഐ തിങ്ക് ഫോർ പീപ്പിൾ യൂഷ്വലി ഇൻ കേരള they go for people as in ആൾക്കാരെ, അതായത് വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വോട്ടിംഗ് സിസ്റ്റമാണ് നമ്മൾ കണ്ടുപോരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. 1, 2 is also പാർട്ടി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് ഡിസിഷൻ മേക്കിംഗിൽ പോകുന്നത്. പക്ഷെ ഐ കുഡ് ബി റോങ്, കാരണം എന്റെ ഒരു വളരെ ലിമിറ്റഡ് ഡേറ്റ സെറ്റ് എന്നുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഈവൻ വൺ എക്സിസ്റ്റിംഗ് പാർട്ടി ഇറ്റ് സെൽഫ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഹാസ് ഇവോൾവ്ഡ് എ ലോട്ട്. ഐ മീൻ ഇതേപോലെ ആൾക്കാരുടെ ഒരു തോട്ട് പ്രോസസ്സ് മാറുന്നതിനനുസരിച്ച് അവരും അവരുടെ ഒരു സ്ട്രാറ്റജിയും അവരുടെ the way they communicate, the way they promise things, and the way they claim for these things, ഇതെല്ലാം മാറിയിട്ടുണ്ട്. And for the better, കാരണം ഒന്നും ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ അല്ലെങ്കിലും ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൺലി ഗെറ്റിംഗ് ബെറ്റർ. വേഴ്സ് ആവുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, വിച്ച് ഇസ് ദ സേവിംഗ് ഗ്രേസ്. അപ്പോൾ ഈ നമ്മൾ മാർക്കറ്റിംഗിലൊക്കെ പറയുമല്ലോ, ദ മോർ പ്രോഡക്ട്സ് യു ഹാവ് or the more competition you have, the better it is for the customer അല്ലെങ്കിൽ the consumer എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഒരു മൊണോപ്പൊളിയിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ കുറവാണ് നമുക്ക്. കാരണം കൂടുതൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, കൂടുതൽ ഹൈറ്റൻഡ് അവയർനെസ് ആണ്, മീഡിയ ചാനൽസ് കൂടുതൽ വന്നിട്ടുണ്ട്. ആൻഡ് എവറിബഡി ഈസ് ഗെറ്റിംഗ് ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെന്റർ ഓഡിറ്റഡ് ഓൺ എ ഡെയിലി ബേസിസ് ഓർ ഓൺ ഈവൻ എ മിനിറ്റ് ബൈ മിനിറ്റ് ബേസിസ് എന്ന് വേണമെങ്കിൽ പറയാം, സോഷ്യൽ മീഡിയ വന്നതുകൂടി. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഓൺലി ഗെറ്റിംഗ് ബെറ്റർ. അപ്പോൾ പണ്ടുണ്ടായിരുന്ന ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആയിരിക്കില്ല ഇപ്പോ എന്നുള്ളതാണ് ഞാൻ കണ്ടുവരുന്നത്. കാരണം ഇപ്പോൾ 3 പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കോമ്പീറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പീപ്പിൾ ആർ ഓൾസോ ചേഞ്ചിങ് ഇൻ ദ വേ ദേ ആർ തിങ്കിങ് അബൌട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ്. ബട്ട് ഐ തിങ്ക് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, 2 കാര്യങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നത്, ഒന്ന് ഒരു വ്യക്തികളിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വോട്ടിംഗ് മെന്റാലിറ്റി ഉണ്ട് ഫസ്റ്റ്, പിന്നെ അതിനുശേഷം പാർട്ടി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ആൻഡ് തേർഡ് ആയിട്ട് വരുന്നതാണ് മറ്റു കാര്യങ്ങൾ. ഇതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ.
And I think that is the relevance of this performance tracker. So ഓ യെസ്, yeah. പെർഫോമൻസ് ട്രാക്കർ ഞാൻ പറഞ്ഞല്ലോ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു നിമ്പിൾ ആയിട്ട് ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു എഫേർട്ടാണ്. ബട്ട് ഐ എം ഹോപ്പിംഗ് ഇറ്റ് ആൾക്കാർ, ഞാനിപ്പോൾ അതിന്റെ ഒരു മലയാളം വേർഷനും കൂടെ നമ്മൾ ആക്ച്വലി ഇട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് ഐ ഡോണ്ട് തിങ്ക് വിൽ ബി കേറ്ററിംഗ് ടു എവ്രി വൺ ഒബ്വിയസ്ലി. പക്ഷെ അത് ഇംഗ്ലീഷിൽ ഞാൻ പ്രൈമറി അല്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് ഇംഗ്ലീഷിൽ എന്തുകൊണ്ട് വെച്ചു എന്ന് വെച്ചാൽ നമുക്ക് കേരളം മാത്രമല്ലല്ലോ, ഇപ്പം കേരളത്തിൽ തുടങ്ങി വെക്കാം. ഞാൻ ഒബ്വിയസ്ലി മലയാളി ആയതുകൊണ്ട് കേരളത്തിൽ തുടങ്ങി വെക്കാം. ബട്ട് ഇഫ് നീഡഡ് വി കൻ ഓൾസോ സ്കെയിൽ ഇറ്റ് ടു അതർ സ്റ്റേറ്റ്സ് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സും കൂടെ അതിന്റെ പുറകിലുണ്ട്. അപ്പൊ അതിലിപ്പോ ഒരു മലയാളം ഓപ്ഷൻ ഉണ്ട്. യു കെൻ സീ തിങ്സ് ഇൻ മലയാളം ആസ് വെൽ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ദാറ്റ് ഇസ് ദെയർ. പക്ഷെ ലൈക്ക് യു സെഡ്, നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമുക്ക് പലപ്പോഴും ഈ TV ഡിബേറ്റ്സിലൊക്കെ പല കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയാ വേഗമായിട്ട് പറഞ്ഞു പോകുന്നത് കാണാം, ഞങ്ങൾ അത് ചെയ്തു. അപ്പൊ അതൊക്കെ ഒന്ന് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാവുന്ന ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്നുള്ള രീതിക്കുള്ള ഒരു വെബ്സൈറ്റോ ഒരു ആപ്പായിട്ടാണ് ഞാനത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ഐ ഹോപ്പ് മോർ പീപ്പിൾ യൂസ് ഇറ്റ്. ഒരു കാര്യം കൂടി നമുക്ക് ഇതിലുള്ള ഇപ്പോ ഓഫ് കോഴ്സ് പാർട്ടി ഹാസ് സർട്ടൻ മാനിഫെസ്റ്റോ, ബട്ട് ദീസ് ലോക്കൽ റീജിയണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ലൈക് ചാലക്കുടിയിൽ എന്താണ് വികസനം വരുത്തിയത്, വരാനുള്ളത്, പട്ടാമ്പിയിൽ എന്താണ്, സോ സിമിലർ തിങ്സ്. അപ്പൊ മേ ബി ഇൻ ദ നെക്സ്റ്റ് ഫേസ് പ്രോബ്ലി യു വിൽ ബി ആഡിങ് more to. യെസ് ഞാൻ അതും ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ മാനിഫെസ്റ്റോ മാത്രമല്ല നമുക്ക് വെരിഫൈ ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് ആളുകളുടെ ഭാഗത്ത് നിന്ന്, അതായത് സാധാരണ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാവുന്ന ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ഉണ്ട് ഇതിന്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പാലം പ്രോമിസ് ചെയ്തിരുന്നു. ഓൺ പേപ്പർ മേ ബി അത് ഓൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റഡ് എന്ന് പറയാമായിരിക്കാം. പക്ഷെ അതിന്റെ പ്രാക്ടിക്കൽ വശങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ചിലപ്പം രൂപപ്പെട്ടിട്ടുണ്ടാവും അതിനുശേഷം പുതിയതായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴികളോ മറ്റോ അത് ഓവർലുക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം. അപ്പൊ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ സിറ്റിസനെ പറ്റുള്ളൂ. അതോറിറ്റീസ് ഓൾസോ മേ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്, ബിക്കോസ് അവർക്ക് ഓൺ പേപ്പർ അത് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ അവർ പോകുന്നു എന്നുള്ള രീതിക്കാണ് അവർ കാണുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ പർട്ടിക്കുലർലി ലോക്കൽ ബോഡീസിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ചെയ്യാവുന്നതായിട്ടുണ്ട്. സോ ഒരു നെക്സ്റ്റ് ലെയർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫേസ് എന്ന രീതിക്ക് അതും കൂടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ യെസ്, ദാറ്റ് ഈസ് ആക്ച്വലി ഓൺ ദ കാർഡ്സ് ആസ് വെൽ. Great. Talking about that, നമുക്ക് ഇപ്പോൾ certain things are a collaborative thing with central government and state government. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലേറ്റ്ലി ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ പെർമനന്റ് ആക്കുന്ന ഒരു സുപ്രീം കോടതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. സോ ബട്ട് ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. ദർ ഇസ് നോ മെൻഷൻ ഇൻ ദ മാനിഫെസ്റ്റോ. ഐ തിങ്ക് UDFന്റെ മാനിഫെസ്റ്റോയിൽ ഹിന്റ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട്, അഗൈൻ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ vague, as in they are not saying by when, or same time it was a commitment from the government side also to make them permanent and make sure that they are also have a better life. Side of court order, it's not. Appo these kind of things, where will we place in the tracker? അത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടില്ല. ഞാൻ കണ്ടിരുന്നു എൻ്റെ നമ്മുടെ റേഡാറിൽ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാഷണൽ ഹൈവേ പ്രോജക്റ്റ് വരുന്നു. അപ്പൊ അതിൽ എത്രത്തോളം ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് വേഴ്സസ് സെൻട്രൽ ഇൻവോൾവ്മെന്റ്, അതിൽ ഇപ്പം ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഓപ്പൺ ഫൈറ്റ് വരെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആക്ച്വൽ if you have to get the information through RTI or other legible sources, what is the black and white solution to it, അല്ലെങ്കിൽ the picture, the right kind of picture എന്നുള്ളത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിലൊക്കെ കുറേം കൂടെ ഒക്കെ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഐ തിങ്ക് ദിസ് ഫോൾസ് ഇൻ ടു ദ ബ്രാക്കറ്റ്സ് ഓഫ് വൺ ഓഫ് കേസസ്, ആസ് ഇൻ ആ ഒരു പർട്ടിക്കുലർ കേസിന് മാത്രം സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു റിസർച്ചും ഒരു മെത്തഡോളജിയും ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ജനറലൈസ്ഡ് ആയിട്ടൊരു സ്റ്റാൻഡർഡൈസ്ഡ് അപ്രോച്ച് അതിന് ചെയ്യാൻ സാധിക്കില്ല, കാരണം അതിൻ്റെതായിട്ടുള്ള റിക്വയർമെന്റ്സ് അങ്ങനെ ആയതുകൊണ്ട്. അപ്പം താങ്കളിപ്പോൾ പറഞ്ഞ ഈ ഒരു പോയിന്റ് ആണെങ്കിൽ പോലും അങ്ങനെ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൽ എത്രത്തോളം ആര് ഇനീഷ്യേറ്റ് ചെയ്തു, എത്ര കൊളാബറേഷൻ ഉണ്ടായിരുന്നു രണ്ട് ഗവൺമെന്റുകൾ തമ്മിൽ എന്നൊക്കെ ഉള്ള രീതിക്ക്. അപ്പൊ അതെനിക്ക് തോന്നുന്നു നമുക്ക് ഓരോ പ്രോജക്ട് ബേസിസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫറെന്റ് ടെമ്പറമെന്റ് ഉണ്ടെങ്കിൽ അത് കണക്കാക്കി തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇറ്റ് ഇസ് ദെയർ ഓൺ ദി റേഡാർ. പക്ഷെ നമ്മളൊരു പ്രയോറിറ്റി വെച്ച് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും നമ്മളൊരു ഫുൾ പിക്ചർ വരയ്ക്കാൻ നേരത്ത് നമ്മളൊരു എല്ലാം കവർ ചെയ്തുകൊണ്ട് ഒരു ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പിക്ചർ വരയ്ക്കാതെ, അതായത് ഒരു കംപ്ലീറ്റ് അല്ലാത്തൊരു പിക്ചർ വരയ്ക്കാതെ, നമ്മൾ വരയ്ക്കുന്ന കാര്യങ്ങൾ കുറവാണെങ്കിൽ പോലും അതിലൊരു ക്ലാരിറ്റി ആദ്യം കൊണ്ടുവന്നിട്ട് പിന്നീട് ഓരോരോ ജിഗ്സോ പസിൽ പോലെ ഓരോരോ പീസ് വരച്ചു പോകുന്നതാണ് എനിക്ക് പേഴ്സണലി ഒരു
ഫുൾനെസ് എന്ന് തോന്നുന്നത്. അപ്പോൾ ആ ഒരു അപ്രോച്ചിലായിരിക്കും ഞാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒരു 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 ഹിയർ ആർ ദ തിങ്സ് ദാറ്റ് വി വിൽ ബി ബിൽഡിംഗ് ലേറ്റർ എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട്, ഇപ്പൊ സ്റ്റാർട്ടപ്സിലൊക്കെ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുക. ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴേക്കും നമ്മൾ ആദ്യം ഒരു MVP എന്ന് പറയുന്ന രീതിയിൽ ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് ഉണ്ടാവും. പിന്നെ അതിനുശേഷം അതിൻ്റെ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് റോഡ് മാപ്പ് ഉണ്ടാവും. അപ്പം ഈ വർഷം ഇന്ന കാര്യങ്ങൾ വരും, അതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിക്ക് ഒരു പ്രയോറിറ്റൈസ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് അറ്റാക്ക് ചെയ്ത് പോകുന്നതായിരിക്കും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നല്ലത്. സോ ആ ഒരു മെത്തഡോളജി തന്നെയായിരിക്കും ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുക. True, and it's kind of a milestone set that it'll go step by Yeah. step. And as we talk about this, you will need support from local bodies. As in, എല്ലാം Yeah. നമുക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ within a small team it may not be അല്ലേ. So you may might not be have നല്ല such. absolutely പറ്റില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ യു ഹാവ് ടു സ്റ്റാർട്ട് സംവെയർ. ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ദിസ് ഇസ് വൺ ഓഫ് ദ പ്രോജക്ട്സ് ഐ എം ഡൂയിങ്. എനിക്ക് മറ്റൊരു പ്രൊജക്ട് ഞാൻ 2017 മുതൽ ചെയ്യുന്നത് ബാക്ക് ടു ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ഉണ്ട്. അത് ഞാൻ US-ലായിരുന്നു 2017 വരെ. 2018 ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് ഐ ഹാഡ് ഡൺ എ TEDx talk also on it as to how I decided to come back to India and all that. It's an interesting story. സമയം കിട്ടുമ്പോൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ അത് ചെയ്ത സമയത്ത് an idea came about of a community where ഞാൻ മനസ്സിലാക്കിയത് കുറെ NRIs US-ലോട്ടോ ആണെങ്കിലും UK-ലോട്ടോ ആണെങ്കിലും അല്ലെങ്കിൽ UAE ആണെങ്കിലും പോകുമ്പോൾ അവർ പോകുന്ന സമയം മുതൽ അവരുടെ മനസ്സിലൊരു there's a bomb ticking which is I'll come back to India at some point of time എന്നുള്ള ഒരു സ്റ്റോപ്പ് വാച്ച് അവർ എപ്പോഴും ഓൺ ആക്കിയിട്ടാണ് പോകുന്നത്. എല്ലാവരും നല്ല പറയുന്നത്. പലരും അവിടെ സിറ്റിസൺസ് ആയിട്ടൊക്കെ പിന്നീട് മാറാറുണ്ട്, എന്നാലും ഒരു ഭൂരിഭാഗം ആൾക്കാരും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി തുടങ്ങണം എന്നുള്ളൊരു തോട്ട് പലരിടത്തു നിന്നും എനിക്ക് വന്നായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനൊരു കമ്മ്യൂണിറ്റി തുടങ്ങി. ബാക്ക് ടു ഇന്ത്യ എന്നാണ് അതിന്റെ പേര്. ആൻഡ് ദ ഹോൾ ഐഡിയ ഇസ് enabling or helping people who actually want to move back to India after being an NRI for X number of years, let's say 10 years or 25 years in the US predominantly. We will make your travel back to India, and not just travel, the whole migration back to India in a very non-anxious kind of way. നമുക്കിപ്പോ ആക്ച്വലി ഞാൻ തുടങ്ങുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ now we have about 25,000 plus members on a Facebook group. We have WhatsApp groups for every major city in India. For example, Delhi, Chennai, Mumbai, Pune, Hyderabad, Bangalore, Kolkata, Kochi. And there are people who are actually moving back to India from being an NRI, mostly from the US. 99% is from the US. And they're moving to these cities. അപ്പോൾ ഈ ഒരു പ്രൊജക്ട് ഞാൻ തുടങ്ങിയപ്പോഴും ഇതേപോലെ ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല. വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഓഫ് ആസ് എ വെരി റൂഡിമെന്ററി വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ബട്ട് ദെൻ ഇറ്റ് ഇവോൾവ്ഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ആൻഡ് ദെൻ പീപ്പിൾ സ്റ്റാർട്ടഡ് കോൺട്രിബ്യൂട്ടിംഗ് ദംസെൽവ്സ്. പലരും ഇങ്ങോട്ട് വന്നിട്ട് they started helping me run this community. They build a lot of things for me. അതേപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു പ്രൊജക്ടിനെ കാണുന്നത്. നമ്മൾ തുടങ്ങി വെക്കുന്നു, the intent is right. I don't know if I can build the perfect 100 on 100 kind of a solution, but at least the effort will be there. And then if people can come in and join, then of course we can build something revolutionary or something more significant. At least നമുക്ക് തന്നെ ഇപ്പൊ അധികം ആൾക്കാർ വന്നില്ലെങ്കിൽ തന്നെ നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള ഒരു ടൂൾ എന്ന നിലയ്ക്ക് എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാം. എല്ലാവർക്കും വെരിഫൈ ചെയ്യാൻ താല്പര്യം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I don't know. Ideally there should be. പക്ഷെ people being people and political parties being political parties, they will do their thing. But there will be one sect of people who are very committed and very intense, and they would want to do this verification. And for them, this will be a great platform. And ഞാൻ ഈ ബാക്ക് ടു ഇന്ത്യ പോലെ തന്നെ ഇത് ഒരു വേറെ രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ പോവാം. പല സ്ഥലത്ത് ഒരു ക്രൗഡ് സോഴ്സിംഗ് എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പല പോസിബിലിറ്റീസ് ഉണ്ട് ഇതിന്, വിച്ച് ഇസ് വാട്ട് എക്സൈറ്റ്സ് മീ ഫോർ ദിസ് ഹോൾ പ്രോജക്ട്. As we talk about it, it's more interesting, and both of them has അതിൻ്റെതായിട്ടുള്ള വിഷൻ ഉണ്ട്, and it's like that's the best part of it, as you were talking about it. And many you launched this political parties ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമുള്ള ആളുകളായിക്കോട്ടെ, people would have given you suggestions, observations, arguments, or or some കേരളത്തിൽ എന്ത് തുടങ്ങുമ്പോഴും പറയുന്ന പോലെ ഒരു നെഗറ്റീവ് സാധനങ്ങളും തന്നിട്ടുണ്ടാവാം. So how was that? Any feedback or something that you found interesting? Yeah, feedback എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. Was that കുറെ തല്ലുകൊള്ളും കേട്ടോ എന്ന് പറഞ്ഞു ഒരാള്. അപ്പൊ ഞാൻ അതെന്താ അങ്ങനെ ചോദിച്ചു. See, politics being politics,
ഇറ്റ് ഈസ് ഇന്റൻസ് ആൻഡ് വി നോ വാട്ട് ഇറ്റ് ഈസ്. അപ്പൊ അതില് എല്ലാവരും എഗ്രി ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പൊ ഇപ്പം വിക്കിപീഡിയയിലാണെങ്കിൽ പോലും നമുക്കറിയാം, അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ഈ ഇടയ്ക്കൊക്കെ നമ്മൾ കുറെ എക്സാമ്പിൾസ് കണ്ടു, ഞാൻ അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നില്ലെങ്കിലും യു നോ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു കാര്യം എഡിറ്റ് ചെയ്യുന്നു, അപ്പോൾ ഒരു ടീം എഡിറ്റ് ചെയ്ത് ടീം ഒരു രീതിയിലാക്കും, എന്നാൽ അതിന് ഒപ്പോസ് ചെയ്യുന്ന വേറൊരു ടീം എഡിറ്റ് ചെയ്തിട്ട് വേറൊരു രീതിയിലാക്കും. അപ്പൊ ഇങ്ങനത്തെ ഈ കമന്റ് വാർസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള എഡിറ്റിംഗ് വാർസോ ഒക്കെ നടക്കുന്ന ഒരു കാലമാണത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഞാനിപ്പോ ഒരു പക്ഷേ ഒരു പർട്ടിക്കുലർ ക്ലെയിം വെരിഫൈ ചെയ്ത് ഈ ഒരു സ്കോർ അതിന് കൊടുത്തു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഈ ഒരു സ്കോർ കൊടുത്തു, അതായത് ഈ പ്ലാറ്റ്ഫോം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ചിലപ്പോ മെ നോട്ട് ഗോ വെൽ വിത്ത് ദാറ്റ് പാർട്ടി ഓർ the person involved, because it's very difficult to, politics being politics. അപ്പൊ ഞാൻ പറയുന്നത്, that's okay. I mean, that at least that it comes up as a discussion point, അല്ലേ? അതാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷൻ പോയിന്റ് വന്നു കഴിഞ്ഞാൽ, then we can, if there are two kinds of people or two groups of people who are arguing for and against it, and let's have a discussion and then come to an agreement point, rather than completely avoiding it, thinking that this will be a problem എന്നുള്ള ഒരു മാറി നിൽക്കുന്ന ഒരു പ്രവണത എനിക്ക് തോന്നുന്നില്ല ശരിയാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തുടങ്ങി വെക്കാം. അപ്പോൾ എന്നോട് ഇയാൾ പറഞ്ഞത് കുറച്ച് ചീത്ത കേൾക്കും, തല്ലുകൊള്ളും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഐ ടേക്ക് ഇറ്റ് ഇൻ ദ റൈറ്റ് സ്പിരിറ്റ്. കാരണം ദീസ് ഡേയ്സ് എവ്രി വൺ ഇസ് വെരി സ്മാർട്ട് ആൻഡ് എല്ലാവർക്കും അറിയാമോ വാട്ട് ഇസ് ഹാപ്പനിങ്. സോ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ. അപ്പോൾ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ പോലും അതൊരു റീസണബിൾ ആയിട്ട് മാത്രം നടത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഒപ്പോസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ ഓഫ് കോഴ്സ് വിൽ പുട്ട് ഇറ്റ് അപ്പ് ഫോർ ഡിബേറ്റ് ആൻഡ് ദെൻ വിൽ ടേക്ക് ഇറ്റ് അപ്പ് ദാറ്റ് വേ. അതിനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രം മൈ ഡിസ്കഷൻസ് വിത്ത് ഈവൻ പീപ്പിൾ വിതിൻ ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓൾസോ, എല്ലാവരും ഒരു പോളറൈസ്ഡ് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയനേറ്റഡ് സിറ്റുവേഷനിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പോ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ്സ് ഒരു ഔട്ട്പുട്ട് വരാതെ നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് ഒരു അഗ്രിമെന്റിലേക്ക് വരാവുന്ന ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്താൽ മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അത് മാറി നിൽക്കേണ്ടതോ അല്ലെങ്കിൽ അത് പേടിച്ചിട്ട് ഒഴിവാക്കേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യമില്ല എന്നുള്ള ഒരു തോട്ടാണ് എനിക്കുള്ളത്. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ് ദാറ്റ് വേ. And that's the best part of it. You're maintaining it neutral and making it thought provoking for every voter, every individual. Yes. അത് പറയുമ്പോൾ one last thing, as in നമ്മുടെ primary concerns, aging parents are going to be alone here. Most കുട്ടികളൊക്കെ പുറത്താണ് എന്നുള്ളത് ഒരു ഡിസ്കഷൻ പോയിന്റ്സ് വരുന്നതാണ്. മറ്റൊരു സീരിയസ് ഇഷ്യൂ ഹെൽത്ത് കെയറിലാണ്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ട് ഇൻ എവറി നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കുക നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ, ആൻഡ് റെസ്റ്റ് ഓഫ് തിങ്സ് ആസ് എവറി വൺ നോസ്. whoever has gone to the hospital will know it clearly. I mean, private hospitals I'm talking about. Are these things being seriously addressed? Because you have done the analysis, being seriously addressed in the term of say like 5 years or 10 years, as in ഇതിപ്പോഴേ നമ്മളെ ശരിക്കും ഇറോഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നതിന്റെ അടിയിൽ മണ്ണില്ല. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ഈവൻ നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്ക്. ദാറ്റ് ഇസ് വൺ. സെക്കൻഡ്ലി, ഇപ്പൊ യുദ്ധമായിക്കോട്ടെ, AI ആയിക്കോട്ടെ, ഇത്തരം ഭീതികൾ വന്നിട്ട് ലൈക്ക് ജോബ് ലോസ്, ആസ് ഇൻ നമ്മുടെ തിങ്കിങ് പ്രോസസ്സ് ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ചെയ്യേണ്ട അവസരങ്ങളാണ്. നത്തിങ് ഈസ് സെക്യൂർ, എവറിത്തിങ് ഈസ് അൺസർട്ടൺ പോലെയാണ് കാര്യങ്ങളുടെ പോക്ക്. സോ ആർ ദീസ് ബീങ് അഡ്രസ്ഡ് എന്നുള്ളത് ഇപ്പൊ ഈ അനാലിസിസിൽ എന്താ തോന്നിയത്? ഇല്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ മാനിഫെസ്റ്റോസ് വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രോമിസസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതലും എല്ലാവരും ഒരു വെനില എഫേർട്ട് എന്നൊക്കെ പറയുമല്ലോ, അതായത് ഒരു വളരെ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കൂടുതലും ടച്ച് ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ പ്രോമിസ് ചെയ്തു പോകുന്നത്. പിന്നീട് അതിൽ സ്പെസിഫിക്സ് വരുന്നത് ചില കാര്യങ്ങൾക്ക് സ്പെസിഫിക്സ് ഉണ്ടെന്ന് ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ അത് കുറവാണ് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. അതിൽ അവർക്കൊരു ഫോർ എക്സാമ്പിൾ ഇപ്പം KSRTCനെ ബെറ്റർ ആക്കും, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പറയുമ്പോൾ പോലും അവർക്ക് അത്ര കോൺഫിഡൻസ് ഉള്ള കാര്യങ്ങളിൽ മാത്രമേ അതങ്ങനെ പറയുന്നുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ വളരെ ഒരു ടച്ച് ആൻഡ് ഗോ, ഒരു വെനില വെരി പെരിഫറൽ കൈൻഡ് ഓഫ് അപ്രോച്ച് ആണ് എല്ലാ പാർട്ടീസും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ചോദ്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡീപ്പായിട്ടുള്ള ഇഷ്യൂസ് നമുക്കിപ്പോൾ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും. ബിക്കോസ് യു കാൺ ഫേക്ക് ഡേറ്റ എന്ന് പറയുന്ന പോലെ എല്ലാ രീതിയിലുള്ള ഡേറ്റ
വിക്കിപീഡിയ ആണെങ്കിൽ അല്ലെങ്കിൽ RTI വെച്ചെടുക്കുന്ന ഗവൺമെന്റ് സോഴ്സസിന്റെ തന്നെ ഡേറ്റ ഉണ്ട്. പലപ്പോഴും നമ്മളത് കാണാതെ പോകുന്നതാണ്. ഗവൺമെന്റിന്റെ തന്നെ അത് നമുക്ക് ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയാവുന്നതാണ് എനിക്ക് തോന്നുന്നില്ല. ആ ഡേറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വളരെ ഡീപ്പ് ആയിട്ടുള്ള ഇഷ്യൂസ് കാണാം. അതായത് ഈ ഒരു ഏജിങ് പോപ്പുലേഷൻ, അല്ലെങ്കിൽ മൈഗ്രേഷന്റെ ഇഷ്യൂസ്, സ്റ്റുഡൻസ് ഗോയിങ് അബ്രോഡ് ഫോർ എഡ്യൂക്കേഷൻ, ഇതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർ പ്രോമിസസോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് തോട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പല പാർട്ടീസും, ഒരു വളരെ വേഗ് ആയിട്ടാണെങ്കിൽ പോലും. ചിലർ അതിൽ കുറച്ചും കൂടെ കമ്മിറ്റഡ് ആയിട്ട് ഇൻവോൾവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ദീസ് ആർ ഓൾ യെറ്റ് ടു ബി സീൻ. കാരണം പ്രോമിസസ് ഒന്നാണ്, ഡെലിവറൻസ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. സോ ഐ തിങ്ക് ടൈം വിൽ ടെസ്റ്റ് ഇറ്റ്. ബട്ട് ലൈക്ക് യു റൈറ്റ്ലി സെഡ്, ദർ ആർ a few, if not too many, issues which are very deep rooted in our culture, in our evolution as a society in Kerala. അതായത് നമ്മൾ ഇപ്പൊ എക്കണോമി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻക്ലൈൻഡ് ആണ് നമ്മൾ ഈ ലോട്ടറി ബേസ്ഡ് ആയിട്ടുള്ളതും ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബെവറേജസ് ബേസ്ഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഫോറിൻ റെമിറ്റൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻവേർട്ട് റെമിറ്റൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ എക്കണോമിക്ക് നമ്മളെ പിടിച്ചു നിർത്തുന്ന ഈ 2-3 കാര്യങ്ങളൊക്കെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അതിനെ അഡ്രസ് ചെയ്യുന്ന വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് മേജർ ചേഞ്ച് വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇസ് യെറ്റ് ടു ബി സീൻ. നമ്മൾ പറയും ഇപ്പം then how is it going to be practically possible? How will it affect our economy? കാരണം അത് നമുക്കൊരു സോഴ്സസ് എന്ന് പറയുന്ന ഇൻകം വളരെ കുറവാണല്ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് വേറെ സ്ഥലത്തേക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് ബാലൻസ് ആവുള്ളൂ. അപ്പോൾ അതിന്റെ ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നമ്മൾ ചെയ്തിട്ടുണ്ടോ? അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നു സിറ്റിസൺസും കൂടെ റെസ്പോൺസിബിൾ ആണ്. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ക്ലെയിമോ ഒരു പ്രോമിസോ കേൾക്കുമ്പോൾ നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് ഒരു പക്ഷേ ആ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യും. അപ്പൊ ഞാനൊരു പാർട്ടിനെ കുറിച്ച് കുറ്റമായിട്ട് ഞാൻ പറയുകയല്ല. എല്ലാ പാർട്ടീസിന്റെ മാനിഫെസ്റ്റോയിലും ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. നമ്മളത് വെരിഫൈ ചെയ്യണം. ഇങ്ങനത്തെ ഒരു കാര്യം ഇപ്പൊ തമിഴ്നാട്ടില് ഫ്രീ ബീസ് ഒരു കൾച്ചർ ഉണ്ട്. അവിടെ തമിഴ്നാട്ടില് ഫ്രീ ആയിട്ട് പല സാധനങ്ങളും കിട്ടും. ഈവൻ ലേഡീസിന് തന്നെ ട്രാവൽ ഒക്കെ ഫ്രീ ആണ് അവിടെ. പക്ഷെ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, അവരുടെ എക്കണോമിക്കിലുണ്ടായ പ്രശ്നങ്ങൾ, അതൊക്കെ നമുക്ക് മുന്നിൽ വെരിഫൈ ചെയ്യാവുന്ന ഡേറ്റ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്ന ഒരു സിറ്റിസന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. യു കാണ്ട് ഓൾവേസ് ജസ്റ്റ് ബ്ലെയിം a party saying നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തില്ല. We have to, accountability comes from both parts. As long as you just sit there accusing them or just accusing them of not doing something, then you're also part of the problem. A citizen is also part of the problem എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോമിസ് പറഞ്ഞു, how is that actually going to turn out economically എന്നൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാമല്ലോ. അപ്പൊ ഒരു ഭൂരിഭാഗം ആൾക്കാർ അങ്ങനെ ചോദിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു സെൽഫ് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ തന്നെ അതിനെ കുറിച്ച് ആലോചിക്കണം. അങ്ങനെയാണോ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്? ഇഫ് ഇറ്റ് ഇസ്, then of course you will get political parties who will use that. You can't blame them also. ഇപ്പൊ നാളെ ഞാനൊരു പൊളിറ്റിക്കൽ പവറിൽ വരുവാണെന്നുണ്ടെങ്കിൽ if I think that 90% of people get excited if I say something like this, very vague and which will fetch me votes, then obviously I will use that. അത് തന്നെയാണ് അവരും ചെയ്യുന്നത്. അപ്പൊ that intelligence is actually should be coming from us as well. ക്വസ്റ്റ്യനിങ് മാത്രം പോരാ, അതിന്റെ വെരിഫിക്കേഷനും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം പൊളിറ്റിക്കൽ പെർഫോമൻസ് ഇസ് വൺ പ്ലാറ്റ്ഫോം വിച്ച് വിൽ ഹെൽപ്പ് യു ഡു ദാറ്റ്. അപ്പൊ അതാണ് അതിന്റെ ഒരു ആൻസർ. കൂടുതലും ഈ ട്രാക്കറിലേക്ക് പെനട്രേറ്റ് ചെയ്യാതിരുന്നത് ദർ ആർ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് തിങ്സ് ഇൻ ദാറ്റ് ഐ നോ. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ദിസ് ഇസ് ടോട്ടലി ഐ ഡോണ്ട് വാണ്ട് ടു കീപ് ഇറ്റ് എനി ബയസ്ഡ് എന്നുള്ള രീതിയിൽ വരണ്ടെന്ന് നമ്മൾ ഒരു എടുത്താലും അതില് ഈവൻ ദോ ദ ഔട്ട്കം ഇസ് പോസിറ്റീവ് വിസിബിളി, അതിന്റെ അകത്തൊരു നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ടാവും. നമ്മളപ്പോ അത് പറയുമ്പോൾ ആ ഭാഗം ടച്ച് ചെയ്തില്ല എന്ന് വരണ്ടെന്ന് വെച്ചിട്ടാണ് ഐ ഡിഡ് നോട്ട് ഗെറ്റ് ദോസ് തിങ്സ് ഇൻ ഡീറ്റെയിൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം ദർ ബി സംതിങ് ലൈക്ക് മലയാളം വേർഷൻ ഞാൻ കണ്ടു. പക്ഷെ ഐ മീൻ ഐ ഷുഡ് ഹാവ് spoken in the introduction, like ഇത് മലയാളം വേർഷൻ ഉണ്ട് അങ്ങനെ അത്തരം ടെക്നിക്കലി യു ഹാവ് തോട്ട് ത്രൂ കാര്യങ്ങൾ ഞാൻ ചോദിക്കാത്ത, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് വേണ്ട. ഇല്ല, അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളില്ല. നമ്മൾ അതിന്റെ ഒരു പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സോൾ വി ഹാവ് ടച്ച്ഡ് അപ്പോൺ. അത് തന്നെയാണ് അതിന്റെ ഒരു ഇന്റൻഷനും. ഇപ്പം മലയാളം വേർഷൻ ഉണ്ട്, നമുക്ക് നാളെ ഹിന്ദി വേർഷൻ വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ തമിഴ് വേർഷൻ വെക്കാം, തെലുഗു വേർഷൻ, വാട്ട് എവർ. ഞാൻ ഇതിൽ കാണുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ലിമിറ്റഡ് ടു ജസ്റ്റ് കേരള അലോൺ. Kerala is a starting point, us being the most literate state and politically aware community. But I think it should scale beyond that. നമുക്കൊരു ഞാൻ കാണുന്ന ഒരു കംപ്ലീറ്റ്ലി ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്, വേർ യു ഹാവ് എവറി സ്റ്റേറ്റ്
every person, every party, every effort, every project listed in it, which are all verifiable with the data and more in a very live scenario, as in ഒരു ലേറ്റൻസി വരാതെ ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാവുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാനത് കാണുന്നത്. അപ്പൊ അതില് കുറെ കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ കാണുന്നില്ല. ഞാൻ അതിന്റെ ബിഹൈൻഡ് ദ സ്ക്രീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഇറ്റ്സ് ഇൻ ദ വർക്ക്സ്. അപ്പോ ഒരു സോൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ദർ ഷുഡ് ബി സംവൺ ഹൂ ഷുഡ് കീപ് politicians and political parties accountable, and that is the citizen, I believe. And as a representative of the citizen, the platform will help you to do the verification and the accountability part, so that if Nale your MLA or MP or whoever your Natala Panchayat president aanengil polum, if they claim that they have done something, then you can always go and verify it, whether it be in Kerala or Punjab or Manipur or Tamil Nadu. You should be able to do it. അപ്പൊ ആ ഒരു വിഷനാണ് എൻ്റെ മുമ്പിലുള്ളത്. അതിന് തുടങ്ങി വെച്ചത് കേരളത്തിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് സ്റ്റാർട്ട് ഐ കൻ തിങ്ക് ഓഫ്. അപ്പൊ അങ്ങനെയാണ് എൻ്റെ ഒരു പ്രോസസ്സ്. സോ ഐ ഹോപ്പ് ഇറ്റ് വിൽ എൻഡ് അപ്പ് ദേർ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. Wonderful listening to you, and much hopeful about the outcome. And immediately I think ഞാൻ അതും കൂടി പറഞ്ഞോട്ടെ, whoever is watching this, please visit the site. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻഫർമേഷൻ ഉണ്ട്. ഇഫ് യു തിങ്ക് ഇറ്റ് ഇസ് ഗുഡ് ഇനഫ് ആൻഡ് അതിനൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ചില നിലപാടുകൾ എടുക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ, പ്ലീസ് ഷെയർ ദാറ്റ് ആസ് വെൽ ദ സൈറ്റ്. അതെല്ലാവരും കാണട്ടെ. കുറെ കൂടി ഇതിന് അത്തരം ന്യൂട്രലായിട്ട് നിന്നുകൊണ്ട് വിശകലനം ചെയ്യുന്ന ഏരിയാസ് അല്ലെങ്കിൽ മീഡിയ ആയിക്കോട്ടെ, പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അത് വളരെ വിരളമാണ്. ആൻഡ് ദിസ് ഇസ് ഓപ്പർച്യൂണിറ്റി. പ്ലീസ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. താങ്ക് യു സോ മച്ച്, MK. Wonderful listening to you. Wish you all the best. Thank you for having me. It was a pleasure talking to you. Let's find the stories that we need to hear and make the path ahead feel bright and clear. Every voice can spark a brand new flame. On Media Mathamgi, we share the game. Inspiring journeys start with just one thought. See all the wonder that connection brought. Come on